എല്ലാവർക്കും നമസ്കാരം. പല കുടുംബങ്ങളെയും തളർത്തിക്കളയുന്ന, സമയങ്ങൾ കാലങ്ങൾ നോക്കാതെ ഒരു കള്ളനെ പോലെ കടന്നു വരുന്ന മരണം, അതുണ്ടാക്കുന്ന ഓരോ കുടുംബങ്ങളിലും സൃഷ്ടിക്കുന്ന ആഘാതം, നഷ്ടപ്പെടലുകൾ, തീരാത്ത വേദനകൾ പലപ്പോഴും ചെറിയ കുട്ടികളെ അനാഥത്തിലേക്ക് തള്ളിവിടുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊരട്ടിയിൽ അലൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി കറുകുറ്റിയിലുണ്ടായ അപകടത്തിൽ മരണപ്പെടുന്നത്. ജനുവരി 5 തിങ്കളാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടി ഇരിഞ്ഞാലക്കുട ഗാന്ധിഗ്രാം ആസാദ് റോഡിലുള്ള ആഫിദ 28 വയസ്സെന്ന വീട്ടമ്മയും LKG വിദ്യാർത്ഥിയായിട്ടുള്ള ലല്ലു എന്ന ഓമന പേരിൽ വിളിക്കുന്ന മുഹമ്മദ് മഹഫൂസ് എന്ന തൻ്റെ മകനും കൂടി പത്തുകുളങ്ങരയിലുള്ള തൻ്റെ ബന്ധുവീട്ടിലേക്ക് പോകുമ്പോഴാണ് കൊടകര മറ്റത്തൂരിനടുത്ത് നെല്ലിപ്പറമ്പ് എന്ന സ്ഥലത്ത് വെച്ച് ഒരു സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എതിർദിശയിൽ നിന്നും ഒരു ബൈക്ക് വരികയായിരുന്നു. ഈ വീട്ടമ്മ ഓടിച്ചിരുന്ന സ്കൂട്ടർ ആ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ഈ ബസ്സിനടിയിലേക്ക് പോവുകയായിരുന്നു. വീട്ടമ്മ തൽക്ഷണം തന്നെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വീട്ടമ്മയുടെ മൃതദേഹം കൊടകര ശാന്തി ഹോസ്പിറ്റലിലാണ്. തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ വാർത്ത. ഓരോ ദിവസവും നിരവധി വാഹനാപകടങ്ങളാണ് നമ്മുടെ അടുത്ത പ്രദേശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ തന്നെ തീരാ ദുഃഖം സമ്മാനിച്ചുകൊണ്ട് മരണം അതിൻ്റെ ജൈത്രയാത്ര തുടരാണ്. പലപ്പോഴും ഈ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചില കുഴപ്പങ്ങൾ കൊണ്ടോ, വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ടോ, അതല്ലെങ്കിൽ റോഡിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റോ ആണ്. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വാഹനം, നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വാഹനം അത് ഏതു സമയവും അപകടത്തിൽപ്പെടാം. ജാഗ്രതയോടെ ഓടിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. ജാഗ്രതയോടെ ഓടിക്കുന്നവർക്ക് പോലും അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇനിയൊരു അപകട മരണം അത് നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകല്ലേ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ ഇരിഞ്ഞാലക്കുട സ്വദേശിയായിട്ടുള്ള ആഫിദ വീട്ടമ്മയുടെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു. നന്ദി, നമസ്കാരം.